ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സെൻസേഴ്സ് ആൻഡ് ട്രാൻസ്ഡ്യൂസേഴ്സ് തേർഡ് സെമസ്റ്ററിലെ സെൻസേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാവും ഏത് ഏരിയയാണ് നമ്മൾ നന്നായി നോക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഏകദേശം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടെ ഒന്നുകൂടെ നന്നായി ഫോക്കസ് ചെയ്ത് ഒന്നുകൂടെ അതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് തേർഡ് യൂണിറ്റിൽ വരുന്ന സിലബസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. സിലബസ് പോർഷൻസ് ഏതൊക്കെയാണ്? പ്രഷർ ട്രാൻസ്ഡ്യൂസറും അതേപോലെ ലെവൽ ട്രാൻസ്ഡ്യൂസറാണ്. പ്രധാനമായിട്ട് ഈ രണ്ടെണ്ണമാണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത്. പ്രഷർ ട്രാൻസ്ഡ്യൂസേഴ്സ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിളും അതിൻ്റെ ടൈപ്പും കാര്യങ്ങളൊക്കെയാണ്. ദെൻ ലെവൽ ട്രാൻസ്ഡ്യൂസേഴ്സ് അതിൻ്റെ ടൈപ്പും കാര്യങ്ങളൊക്കെയാണ്. ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെയാണ് ഈ യൂണിറ്റിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും ആദ്യം നമ്മൾ 2 മാർക്കിന്റെ ചോദ്യങ്ങൾ ഏതൊക്കെയാണ് ചോദിച്ചതെന്ന് നോക്കാം. കഴിഞ്ഞ വർഷം 2 മാർക്കിന് ചോദിച്ചൊരു ചോദ്യമാണ്, വാട്ട് ഈസ് എ പ്രഷർ ട്രാൻസ്ഡ്യൂസർ, വാട്ട് ഈസ് ഇറ്റ് യൂസ്ഡ് ഫോർ, എന്താണ് അതിന്റെ യൂസ്, എന്താണ് പ്രഷർ ട്രാൻസ്ഡ്യൂസർ, അതിന്റെ യൂസ് എന്താണെന്നുള്ളൊരു ചോദ്യം. ദെൻ വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലെവൽ ട്രാൻസ്ഡ്യൂസേഴ്സ്, ഇതും 2 മാർക്കിന് ചോദിച്ചു. ദെൻ ഈ 2 ചോദ്യങ്ങളാണ്, അതായത് 4 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. 2 മാർക്കിന്റെ 2 ചോദ്യങ്ങൾ വീതമാണ് കഴിഞ്ഞ വർഷം ഈ ഒരു യൂണിറ്റിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ദെൻ 2022 നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ചാൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒന്നാമത്തെ ചോദ്യം, ഹൗ ഡസ് എ പ്രഷർ ട്രാൻസ്ഡ്യൂസർ വർക്ക്, അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്നുള്ളതാണ്. അത് 2 മാർക്കിന് എഴുതാം, അപ്പോൾ കുറച്ച് എഴുതിയാൽ മതി. ദെൻ ഒരൊറ്റ ചോദ്യം മാത്രമാണ് 2 മാർക്കിന് ആ ഒരു വർഷം ചോദിച്ചത്. ദെൻ 2021 വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കണ്ടിന്യൂസ് ലെവൽ ആൻഡ് ഡിസ്ക്രീറ്റ് ലെവൽ മെഷർമെന്റ്സ്. അപ്പോൾ കണ്ടിന്യൂസ് ലെവൽ ട്രാൻസ്ഡ്യൂസറും ഡിസ്ക്രീറ്റ് ലെവൽ, അതിൽ അവിടെ 2 ടൈപ്പ് ഓഫ് മെഷർമെന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡിഫറൻസ് എന്താന്നുള്ളത് 2 മാർക്കിന് ചോദിച്ചു. ഓക്കെ. ദെൻ വാട്ട് ഈസ് എ പ്രഷർ ട്രാൻസ്ഡ്യൂസർ, വാട്ട് ഈസ് ഇറ്റ് യൂസ്ഡ് ഫോർ, ഇത് തന്നെയാണ് 2023 കണ്ടിട്ടുള്ളത്. ഇവിടെ കണ്ടാൽ മനസ്സിലാവും, നിങ്ങൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ പ്രഷർ ട്രാൻസ്ഡ്യൂസർ വാട്ട് ഈസ് ഇറ്റ് യൂസ്ഡ് ഫോർ, അതന്നെ സെയിം ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ പ്രഷർ ട്രാൻസ്ഡ്യൂസർ, വാട്ട് ഈസ് ഇറ്റ് യൂസ്ഡ് ഫോർ. അപ്പോൾ 2 ക്വസ്റ്റ്യൻ സെയിം ആയിട്ട് വന്നു. പിന്നെ ഈ ഈ വക ചോദ്യങ്ങളൊക്കെയാണ് 2 മാർക്കിന് ചോദിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് 5 മാർക്കിന് ഏതൊക്കെയാണ് ചോദിച്ചതെന്നുള്ളത് നോക്കാം. 5 മാർക്കിന്റെ ചോദ്യങ്ങൾ 5 മാർക്സിന് ചോദിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷം, ഡിസ്കസ് ദ വർക്കിംഗ് ഓഫ് യൂട്യൂബ് മാനോമീറ്റർ. യൂട്യൂബ് മാനോമീറ്ററിന്റെ വർക്കിംഗ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് 5 മാർക്കിന് ചോദിച്ചു. ദെൻ ആ ഒരൊറ്റ ചോദ്യമാണ് 5 മാർക്കിന് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളത്, മീൻസ് ഈ യൂണിറ്റിൽ നിന്ന്. ദെൻ ഡിസ്കസ് സെയിം ക്വസ്റ്റ്യൻ, നിങ്ങൾ നോക്കി നോക്ക്, ഡിസ്കസ് ദ വർക്കിംഗ് ഓഫ് യൂട്യൂബ് മാനോമീറ്റർ. ഇത് തന്നെയാണ് 2 വർഷം 5 മാർക്കിന് ഈ ഒരു യൂണിറ്റിൽ നിന്ന് ചോദിക്കുന്നത്. 2022 ചോദിച്ചു, 2023 ചോദിച്ചു. ദെൻ 2021 നോക്കി കഴിഞ്ഞാൽ, എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് കപ്പാസിറ്റീവ് ലെവൽ ഗേജസ്. കപ്പാസിറ്റീവ് ലെവൽ ഗേജസിന്റെ വർക്കിംഗ് ചോദിച്ചു. അതേപോലെ എക്സ്പ്ലെയിൻ ദ പ്രഷർ മെഷർമെന്റ് വിത്ത് യൂട്യൂബ് മാനോമീറ്റർ. അപ്പൊ 3 വർഷവും ചോദിച്ചൊരു ചോദ്യമാണ് എന്ത്, യൂട്യൂബ് മാനോമീറ്റർ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് യൂട്യൂബ് മാനോമീറ്റർ നിർബന്ധമായിട്ടും പഠിക്കുക. കാരണം കഴിഞ്ഞ 3 വർഷമായി ചോദിച്ചത് കൊണ്ട് അത്രയും ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ. അപ്പൊ ഇതാണ് 5 മാർക്കിന് ചോദിച്ചത്, ഇത്രയാണ്. ഈ യൂണിറ്റിന് കമ്പാരിറ്റീവ്ലി ചോദ്യങ്ങൾ കുറവാണ്, പക്ഷെ സ്ഥിരമായി ചോദിക്കുന്ന ഏരിയ തന്നെയാണ് ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പഠിക്കാൻ കുറച്ചുകൂടി ഈസിയാണ്. ദെൻ 10 മാർക്കിന് ചോദിച്ചിട്ടുള്ളത്, എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് കപ്പാസിറ്റീവ് ലെവൽ ഗേജസ്, എക്സ്പ്ലെയിൻ ദ ആപ്ലിക്കേഷൻസ്. നിങ്ങൾ നോക്കി നോക്ക്, 2021 ഇവിടെ കണ്ടോ, കപ്പാസിറ്റീവ് ലെവൽ ഗേജ് 5 മാർക്കിന് ചോദിച്ചു. 2023 ആ കപ്പാസിറ്റീവ് ലെവൽ ഗേജ് 10 മാർക്കിന് ചോദിച്ചു. ഓക്കെ. അപ്പോൾ ഒന്ന് ഇലാബറേറ്റ് എഴുതിയാൽ എന്തായി, മീൻസ് ഒരു സാധനങ്ങൾ എന്തായാലും പഠിക്കാന്നുള്ളത്. അതായത് 2021 ചോദിച്ചു, 2023 ചോദിച്ചു കപ്പാസിറ്റീവ് ലെവൽ ഗേജ്. അപ്പൊ അതുകൊണ്ട് അത് പഠിച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. കാരണം ചിലപ്പോൾ 5 മാർക്കിന് ചോദിക്കാം, അല്ലെ 10 മാർക്കിന് ചോദിക്കാൻ സാധ്യതല്ലാണ്. ഇനി 2022 വന്നാൽ, എക്സ്പ്ലെയിൻ ദ കണ്ടിന്യൂസ് ലെവൽ മെഷർമെന്റ് യൂസിങ് എ ലെവൽ ട്രാൻസ്ഡ്യൂസർ വിത്ത് എ നീറ്റ് സ്കെച്ച്. അപ്പൊ അവിടെ നമ്മൾ ലെവൽ ട്രാൻസ്ഡ്യൂസറിനെ നമ്മൾ കണ്ടിന്യൂസും ഡിസ്ക്രീറ്റും പറഞ്ഞിട്ടുണ്ട്. അതിൽ കണ്ടിന്യൂസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ കണ്ടിന്യൂസ് എഴുതുന്ന സമയത്ത് അതിന് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്, അൾട്രാസോണിക്, അതേപോലെ കപ്പാസിറ്റീവ് ലെവൽ ഗേജ്. ഓക്കെ, അതിന് ഡിഫറെന്റ് എക്സാമ്പിൾസ് ഉണ്ട്. ആ കപ്പാസിറ്റീവ് ലെവൽ ഗേജോ അൾട്രാസോണിക്കോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒന്ന് നിങ്ങൾ നീറ്റ് സ്കെച്ച് വെച്ച്, മീൻസ് അതിന്റെ ഡയഗ്രം ഒക്കെ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അപ്പൊ അതിന്റെ അർത്ഥം, നിങ്ങൾ ഈ കപ്പാസിറ്റീവ് ലെവൽ ഗേജ് നിങ്ങളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതന്നെ ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. അതും കണ്ടിന്യൂസ് തന്നെയാണ്. ഓക്കെ, അതും കണ്ടിന്യൂസ് ലെവൽ മെഷർമെന്റ് തന്നെയാണ്. അപ്പൊ ഒന്ന് നിങ്ങൾ പഠിച്ചാൽ, അപ്പൊ കപ്പാസിറ്റീവ് ലെവൽ ഗേജ് സത്യം പറഞ്ഞാൽ 3 വർഷം ചോദ്യ പേപ്പറിൽ ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം.
3 വർഷവും ക്വസ്റ്റ്യൻ പേപ്പറിൽ കപ്പാസിറ്റി ലെവൽ ഗേജ് ഉണ്ട്. പക്ഷെ ഒന്നല്ലെങ്കിൽ മറ്റൊരു ലെവലിൽ ചോദിച്ചു. ഇവിടെ ഇപ്പൊ നിങ്ങൾ കണ്ടിന്യൂസ് ലെവൽ മെഷർമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കപ്പാസിറ്റീവ് എഴുതാം, അല്ലെങ്കിൽ അൾട്രാസോണിക് എഴുതാം, ഏത് എഴുതിയാലും കുഴപ്പമില്ല. ദെൻ 2021 എക്സ്പ്ലെയിൻ വെൽ ടൈപ്പ് മാനോമീറ്റേഴ്സ്. ഓക്കെ, ഇങ്ങനെ 10 മാർക്കിന് ഓരോ ചോദ്യങ്ങൾ ഓരോ വർഷവും ഈ ഒരു യൂണിറ്റിൽ നിന്ന് കാണുന്നുണ്ട്. ഓരോ വർഷവും ഓരോ ചോദ്യങ്ങൾ ഈ ഒരു യൂണിറ്റിൽ നിന്ന് കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ യൂട്യൂബ് മാനോമീറ്റർ, വെൽ ടൈപ്പ് മാനോമീറ്റർ, ദെൻ കപ്പാസിറ്റി ലെവൽ ഗേജ്, ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ ഷുവറായിട്ടും ഈ ഒരു ഭാഗത്ത് നിന്ന്, ഈ ഒരു ചാപ്റ്ററിന് അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിൽ നിന്ന് ഒരു 10 മാർക്ക് നിങ്ങൾക്ക് സുഖമായി സ്കോർ ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 15-20 ഇടയിൽ മാർക്കിന് ചോദ്യങ്ങൾ ഈ ഒരു യൂണിറ്റിൽ നിന്ന് കാണുന്നുണ്ട്. അതായത് 2 മാർക്കിൻ്റെത്, 5 മാർക്കിൻ്റെത്, 10 മാർക്കിന്റെ എല്ലാം കൂടെ. ഓക്കെ, ഇപ്പൊ ഇത്രയാണ് നമ്മൾ മൂന്നാമത്തെ യൂണിറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത്. ഇത്രയും ഏരിയാസ് ആണ്. ഓക്കെ, താങ്ക് യു.